എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന പുസ്തകത്തിലെ 5th ചാപ്റ്ററാണ്. ഇതൊരു കവിതയാണ്. കവിതയുടെ പേരാണ് പർവത് പ്രദേശ് മേ പാവസ്. ഇത് എഴുതിയിരിക്കുന്നത് സുമിത്രാനന്ദൻ പന്ത് ആണ്. അപ്പോൾ ആദ്യം കവി പരിചയം നോക്കാം. കവി പരിചയം ഉണ്ട്, പിന്നെ കവിതയെ പറ്റിയിട്ടുള്ളൊരു ബ്രീഫ് സമ്മറി ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം കവി പരിചയം. 20 मई 1900 को उत्तराखंड के कोसानी अल्मोड़ा में जन्मे सुमित्रानंद पंत ने बचपन से ही कविता लिखना शुरू कर दिया था. അപ്പോൾ 20th മെയ് 1900 ഉത്തരാഖണ്ഡ് കെ കോസാനി അൽമോഡാക്കെ ജന്മേ. ഉത്തരാഖണ്ഡ് എന്ന സ്റ്റേറ്റിലെ, ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഉത്തരാഞ്ചൽ എന്നും പറയും, കോസാനി അൽമോഡ, അൽമോഡയിലെ കോസാനി എന്ന സ്ഥലത്ത് ജനിച്ചതാണ് സുമിത്രാനന്ദൻ പന്ത്. അദ്ദേഹം ബച്പൻ സേ ഹി, കുട്ടിക്കാലത്ത് തുടങ്ങി തന്നെ കവിത ലിഖ്ന ശുരു കർ ദിയാ താ, കവിതകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കോസാനി അൽമോഡ, അൽമോഡയിലെ കോസാനി ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. എല്ലാവരും ടൂറിസ്റ്റൊക്കെ ഒരുപാട് പോകുന്നതാണ്. സൂര്യോദയമൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അവിടുന്ന്, ഈ കോസാനി എന്ന് പറഞ്ഞ സ്ഥലത്ത് സൂര്യോദയം കാണാനാണ് മെയിനായിട്ട് പോകുക. അപ്പം നല്ല ഭംഗിയുള്ള ഒരു പർവ്വത പ്രദേശമാണത്. 7 साल की उम्र में स्कूल में काव्य पाठ के लिए पुरस्कृत हुए. 7 വയസ്സുള്ള സമയത്ത് തന്നെ സ്കൂളിലെ കാവ്യപാഠത്തിനൊക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1915 में स्थायी रूप से സാഹിത്യ സൃജൻ शुरू किया. 1915 स्थायी रूप से എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് സാഹിത്യ സൃജൻ, സൃജൻ എന്ന് വെച്ചാൽ സൃഷ്ടി, ഉത്പത്തി അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്തെങ്കിലും, അങ്ങനെ സാഹിത്യ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് സാഹിത്യ സൃഷ്ടി തുടങ്ങിയിരുന്നു. ഓർ ഛായാവാദ് കെ പ്രമുഖ സ്തംഭ് കെ രൂപ് മേ ജാനെ ഗയെ. ഛായാവാദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ പ്രകൃതിയെ സംബന്ധിച്ചിട്ടുള്ളതോ അതിനെയൊക്കെ കാര്യമായിട്ട് വളരെ ഡീപ്പായിട്ട് വർണ്ണിച്ച് എഴുതുക, വളരെയധികം ഇമാജിൻ ചെയ്ത് പിന്നെ എക്സ്പ്രസ് ചെയ്യണതിനാണ് ഛായാവാദികൾ എന്ന് പറയുക. അങ്ങനെ ചെയ്യുന്നവർ ഛായാവാദി അല്ലെങ്കിൽ ഛായാവാദ് എന്ന് പറയും. അപ്പോൾ ആ ഛായാവാദ് കെ പ്രമുഖ സ്തംഭ് കെ രൂപമേ, അങ്ങനെ എഴുതുന്ന ഒരു പ്രമുഖമായിട്ടുള്ള ഒരാളായിട്ട് അറിയപ്പെടുന്നു. पंत जी की आरंभिक कविताओं में प्रकृति प्रेम और रहस्यवाद झलकता है. പന്ത് ജിയുടെ ആദ്യത്തെ കവിതകളിലെ, പ്രാരംഭത്തിലുള്ള കവിതകളിലെ പ്രകൃതി പ്രേമവും പിന്നെ രഹസ്യവാദവും ഇതെല്ലാം ഝലക്താ എന്ന് പറഞ്ഞാൽ തുളുമ്പുന്നു, പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് അതിൽ. ഇസ്കെ ബാദ് വേ മാർക്സ് ഓർ മഹാത്മാഗാന്ധി കെ വിചാരോं से प्रभावित हुए. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മാർക്സും മഹാത്മാഗാന്ധിയുടെയും വിചാരങ്ങൾ പറഞ്ഞാൽ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം അട്രാക്റ്റായി. इनकी बाद कविताओं में അരവിന്ദ് ദർശൻ കാ പ്രഭാവ് സ്പഷ്ട നസർ ആത്താ ഹെ. അത് കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കവിതകളിൽ അരവിന്ദ് ദർശൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റിയലൈസേഷൻ ഓഫ് ട്രൂത്ത് എന്ന് പറയാം. പറഞ്ഞാൽ സത്യം അന്വേഷിക്കുക, എന്താണ് സത്യം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻറ്റിഗ്രൽ വ്യൂ ഓഫ് ലൈഫ്, നമ്മൾ ജീവിതം എങ്ങനെ നോക്കിക്കാണുക, ജീവിതം എന്താണ്, പറഞ്ഞാൽ എന്താണ് ശരി, എന്താണ് തെറ്റ്, അങ്ങനെയൊക്കെയുള്ള ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ പിന്നെയുള്ള കവിതകളിൽ സ്പഷ്ടമായിട്ട് കാണാൻ കഴിയും. ജീവികാക്കെ ക്ഷേത്രമേ പന്ത് ജി ഉദയശങ്കർ സംസ്കൃതി കേന്ദ്ര സെ ജുഡേ. ജീവിതത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉദയശങ്കർ സംസ്കൃതി കേന്ദ്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനോ മറ്റാണ്. അതിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ കൂടെ കണക്റ്റഡ് ആയിരുന്നു. ആകാശവാണിക്ക് പരാമർശദാതാ രഹേ. ആകാശവാണിയിൽ പരാമർശദാത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസൾട്ടൻ്റ് ആയിട്ടും ജോലി ചെയ്തിരുന്നു. ലോകായതൻ സംസ്കൃതിക് സംസ്ഥാക്കി സ്ഥാപനാക്കി. പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലോകായതൻ സാംസ്കൃതിക് സംസ്ഥ എന്ന് പറയുന്നത്, അതിനെ സ്ഥാപിച്ചു. പിന്നെ 1961 में भारत सरकार ने इन्हें പത്മഭൂഷൺ സമ്മാൻ സെ അലങ്കൃത് കിയ. പിന്നെ 1961 അദ്ദേഹത്തിന് ഭാരത് സർക്കാർ പത്മഭൂഷൺ സമ്മാനവും കൊടുത്തു. ഹിന്ദി കെ പെഹലെ ജ്ഞാനപീഠ പുരസ്കാർ വിജേത ഹുവേ. ഹിന്ദിയിലെ ഏറ്റവും ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരവും അദ്ദേഹത്തിന് കിട്ടി. പന്ത് ജി കോ കല ഓർ ബൂഢ ചാന്ദ് കവിതാ സംഗ്രഹ पर 1960 में साहित्य अकादमी पुरस्कार, 1959 में चिदम्बरा संग्रह पर ज्ञानपीठ पुरस्कार सहित अनेक पुरस्कारों से सम्मानित किया गया. പിന്നെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളൊക്കെയാണ് പറയുന്നത്. ബൂഢ ചാന്ദ് കവിത, ആ കവിതയുടെ പേരാണ്. സംഗ്രഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കളക്ഷനാണ്. അതിന് 1916 സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടി. പിന്നെ 1969 ചിദംബര സംഗ്രഹ पर അതിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി. അങ്ങനെ അനേകം പുരസ്കാരങ്ങൾ കിട്ടി. ഉൻകാ നിധൻ 28 ദിസംബർ 1977 को हुआ. അദ്ദേഹം മരിച്ചത് 28 ഡിസംബർ 1977 എനിക്ക് അന്യ പ്രമുഖ കൃതിയായ അദ്ദേഹത്തിൻ്റെ വേറെ പ്രമുഖമായിട്ടുള്ള കൃതികളാണ് വീണ, പല്ലവ്, യുഗവാണി, ഗ്രാമ്യ, സ്വർണ്ണകിരൺ ഓർ ലോകായതൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള കൃതികളായിരുന്നു.
പാഠപ്രവേശ ഇനി പാഠത്തിനെ പറ്റിയിട്ട് ഭല കോൺ ഹോഗ ജിസ്കാ മൻ പഹാഡും പർ ജാനെ കോ ന മച്ചൽത്താ ഹോ. ഭല കോൺ ഹോഗ ജിസ്കാ മൻ, ആരാണ് ഉണ്ടാവുക അവരുടെ മനസ്സ് പഹാഡും പർ ജാനെ കോ, പർവ്വത പ്രദേശത്ത് പോകാൻ ന മച്ചൽത്താ ഹോ, ഇഷ്ടപ്പെടാത്തത്. മച്ചൽന എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടപ്പെടുക. ജിനെ സുദൂർ ഹിമാലയ തക് ജാനെ കാ അവസർ നഹി മിൽത്ത, ആർക്കാണോ സുദൂർ വളരെയധികം ദൂരം ഹിമാലയം വരെ പോകാനുള്ള അവസരം കിട്ടാത്തത്, वे भी अपने आसपास के पर्वत प्रदेश में जाने का अवसर शायद ही हाथ से जाने देते हैं. അങ്ങനെയുള്ളവർ അവരവരുടെ അടുത്തടുത്തുള്ള ആസ്പാസ് കെ പർവ്വത് പ്രദേശ് മേ ജാനെ കാ അവസർ, പർവ്വത പ്രദേശത്ത് അല്ലെങ്കിൽ പഹാഡി ക്ഷേത്ര ഹില്ലി ഏരിയ പോവാനുള്ള അവസരങ്ങൾ ഒരു പക്ഷേ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തുകയുള്ളൂ. ഹാത്ത് സെ ജാനെ ദേന പറഞ്ഞാൽ കയ്യിൽ നിന്ന് വിട്ടുപോവുകയുള്ളൂ, അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്തുകയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഹിമാലയത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിലും അവരവരുടെ അടുത്തുള്ള പർവ്വത പ്രദേശങ്ങളിൽ തീർച്ചയായും പോകാൻ എല്ലാവരും ഇഷ്ടപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. ऐसे में कोई कवि और उसका कविता अगर कक्षा में बैठे बैठे ही वह अनुभूति दे जाए, അങ്ങനെയുള്ള ഒരു അവസരത്തിൽ കോയി കവി ഏതെങ്കിലും കവികൾ അല്ലെങ്കിൽ ഉസ്കി കവിത അല്ലെങ്കിൽ അവരുടെ കവിത അഗർ കക്ഷാ മേ ബേട്ടെ ബേട്ടെ ഹി ക്ലാസ്സിൽ ഇരുന്നിരുന്നു കൊണ്ട് തന്നെ വഹ അനുഭൂതി ദേ ജായ ആ ഫീലിങ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, എങ്ങനെയുള്ള ഫീലിങ്സ്? പർവ്വത പ്രദേശത്തിൻ്റെ അല്ലേ. ജैसे वह अभी अभी पर्वतीय अंचल में विचरण करके लौटा हो तो, എങ്ങനെയുള്ള ഫീലിങ്സ് ആണ്? ഇപ്പോഴാണ് നിങ്ങൾ ആ പർവ്വതീയ സ്ഥലത്ത് എല്ലാം കറങ്ങി തിരിച്ചു വന്നത്. അഞ്ചൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം, അത്രേ ഉള്ളൂ. പ്രസ്തുത് കവിത ऐसे ही रोमांच और प्रकृति के सौंदर्य को अपनी आंखों निरखने की अनुभूति देती है. ഈ കവിത നമ്മൾക്ക് അതുപോലെ തന്നെ രോമാഞ്ചവും പിന്നെ പ്രകൃതിക്ക് സൗന്ദര്യക്കോ പ്രകൃതിയുടെ സൗന്ദര്യത്തിനെ അപ്പനി ആംഖോ നിരക്കനേക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കുന്ന പോലെയുള്ള അനുഭൂതി, അതുപോലുള്ള ഫീല് തരുന്നതാണ്. യഹി നഹി സുമിത്രാനന്ദൻ പന്ത് की अधिकांश കവിതയെ പഠിത്തേ ഹുയെ, ഇത് മാത്രമല്ല സുമിത്രാനന്ദൻ പന്തിൻ്റെ ഒരുപാട് കൂടുതൽ കവിതകളും വായിക്കുന്ന സമയത്ത് യഹി അനുഭൂതി ഹോത്തി ഹേ കി, നമുക്ക് കിട്ടുന്ന ഫീലിങ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാനോ ഹമാരെ ആസ്പാസ് കി സബി ദീവാരെ കഹി വിലീൻ ഹോ ഗൈ ഹോ, നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള എല്ലാ ചുമരുകളും പറഞ്ഞാൽ എല്ലാ തടസ്സങ്ങളും എന്തുവേണോ ഉദ്ദേശിക്കാം, അതെല്ലാം വിലീൻ ഹോ ഗൈ ഹോ, അതെല്ലാം അദൃശ്യമായി, അതെല്ലാം ഇല്ലാതായി, ഒന്നുമില്ല. ഹം കിസി ഏസെ രമ്യ സ്ഥൽ പർ ആ പഹുഞ്ചേ ഹെ, നമ്മൾ ഏതോ ഒരു മനോഹരമായിട്ടുള്ള സ്ഥലത്ത് വന്ന് എത്തിപ്പെട്ടിട്ട്, ജഹാ പഹാഡോം കി അപാര ശൃംഖല ഹെ, അവിടെ എങ്ങനെയാണ് മുഴുവനും പർവ്വതങ്ങളുടെ, പഹാഡ് എന്ന് വെച്ചാൽ പർവ്വതങ്ങളുടെ അപാരമായിട്ടുള്ള ശൃംഖലകൾ പറഞ്ഞാൽ ഇങ്ങനെ ഒന്നിനൊന്നോട് ജോയിൻ ആയിട്ടുള്ള ചെയിനായിട്ട് ഇങ്ങനെ പർവ്വത പ്രദേശങ്ങൾ കിടക്കുന്നത്. അതിൻ്റെ അർത്ഥം മൗണ്ടൻ റേഞ്ചസ്. ആസ്പാസ് ഝർനെ ബഹരഹേ ഹെ, അതിൻ്റെ അടുത്തടുത്തായിട്ട് ഝർനെ വാട്ടർഫോൾസ് അല്ലെങ്കിൽ നദികളും പറയാം, അതൊക്കെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓർ സബ് കുച്ച് ഭൂൽക്കർ ഹം ഉസി മേ ലീൻ രഹന ചാത്തെ ഹെ, എല്ലാം മറന്ന് നമ്മൾ അതിൽ മുഴുകിയിരിക്കാൻ ആഗ്രഹിക്കുന്നു. മഹാപ്രാണ നിരാലാനെ ഭി കഹാ ഥാ, മഹാപ്രാണ നിരാല എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സൂര്യകാന്ത് ത്രിപാഠി നിരാല എന്ന കവിയുടെ പേര് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ നമുക്ക് ഇതിൻ്റെ മുമ്പേയും പഠിക്കാനുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അദ്ദേഹത്തിനെ സൂര്യകാന്ത് ത്രിപാഠി നിരാലയെ മഹാപ്രാണ നിരാല എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പന്ത് ജി മേ സബ്സെ ജബർദസ്ത് കൗശൽ ജോ ഹെ, പന്ത് ജിയിലെ വളരെ ശക്തിയായിട്ടുള്ള ഒരു സ്മാർട്ട്നെസ് പറഞ്ഞ ഒരു നിപുണത, നൈപുണ്യമുണ്ട്. ജബർദസ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ദൃഢമായിട്ടുള്ള എന്നൊക്കെ പറയില്ല, അത്യധികമായിട്ടുള്ള എന്നൊക്കെ പറയാം. കൗശൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മാർട്ട്നെസ്, നിപുണത ഉണ്ട്, കഴിവ്. വഹ ഹെ, അതാണ് शैली की तरह अपने विषय को अनेक उपमाओं से सवार कर मधुर से मधुर और कोमल से कोमल कर देना. ഷെല്ലി ഇംഗ്ലീഷിലെ വളരെ ഫേമസ് പോയിറ്റാണ്. അപ്പോൾ ഷെല്ലിയെ പോലെ വിഷയങ്ങളെ അനേക ഉപമാവോസെ സവാർക്കർ, വളരെയധികം ഉപമകളോടുകൂടി കൂട്ടിച്ചേർത്ത് മധുരമായിട്ടും കോമളമായിട്ടും പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ കവിത തുടങ്ങാം. പർവ്വത് പ്രദേശ് മേ പാവസ് എന്നാണ് കവിതയുടെ പേര്. പർവ്വത് പ്രദേശം തന്നെയാണ്. പാവസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലം അഥവാ വർഷാ ഋതു എന്ന് പറയാം. മഴക്കാലം, വർഷാ ഋതു. അപ്പോൾ പർവ്വത പ്രദേശത്തിലുള്ള മഴക്കാലത്തിനെ പറ്റിയിട്ടാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. പർവ്വത പ്രദേശം സുന്ദരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മഴയും കൂടി ആയിട്ടുണ്ടെങ്കിൽ അത് ഇനിയും സുന്ദരമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് കവി വർണ്ണിക്കുന്നത്. പാവസ് ഋതു തി പർവ്വത് പ്രദേശ് പൽ പൽ പരിവർത്തിത് പ്രകൃതി വേഷ്. പാവസ് ഋതുത്തി മഴക്കാലമായിരുന്നു, റെയിനി സീസൺ ആയിരുന്നു. വർഷാക്കി ഋതുത്തി വർഷക്കാലമായിരുന്നു. പർവ്വത് പ്രദേശ് പർവ്വത പ്രദേശത്തിൽ. അപ്പോൾ പർവ്വത പ്രദേശത്തിൽ എന്താണ്? മഴക്കാലമായിരുന്നു, മഴ പെയ്യായിരുന്നു.
പൽ പൽ പരിവർത്തിത് പ്രകൃതി വേഷ്. പൽ പൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷം തോറും വെറുതെ പരിവർത്തിത് ബദൽത്താ ഹുവ അല്ലെങ്കിൽ മാറുന്ന പ്രകൃതിയുടെ വേഷങ്ങൾ. വേഷ് എന്ന് വെച്ചാൽ വേഷം തന്നെയാണ്. പ്രകൃതിയുടെ വേഷങ്ങളെന്ന് വെച്ചാൽ പ്രകൃതിയുടെ മാറ്റം. അപ്പോൾ മഴക്കാലമാണ് പർവ്വത പ്രദേശത്ത്. അപ്പോൾ അവിടെ പ്രകൃതി പൽ വെറുതെ മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം പെട്ടെന്ന് മഴ വരും, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടും കുറയും, അല്ലെങ്കിൽ പെട്ടെന്ന് വെയിൽ വരും. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മേഘലാക്കർ പർവ്വത് അപാർ അപ്നെ സഹസ്രദൃഗ് സുമൻ ഫാഡ് അവലോക് രഹാ ഹെ ബാർ ബാർ നീचे जल में निज महाकार जिसके चरणों में पलाताल दर्पण सा फैला है विशाल. ഇനി മീനിങ്സ് നോക്കാം ഇതിൽ. മേഖലാക്കാർ, ആക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈസ് അല്ലെങ്കിൽ ഷേപ്പ്. അപ്പോൾ മേഖലാക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർക്കനീക ആഘാർ, കർക്കനി എന്ന് ഭാവാർത്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, അതൊന്ന് മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം നമ്മൾ ഇടുപ്പിൽ കെട്ടുന്ന ഒരു ഓർണമെൻറ്റിൻ്റെ ഷേപ്പ്, അതുപോലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമർമേ ബാന്തിനെ വാല ആഭൂഷൺ എന്ന് പറയും. അപ്പോൾ ആ മേഖലാക്കാർ ഷേപ്പിലുള്ള പർവ്വതം. അപാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്കില്ലാതെ, അസീം, അനന്ത് എന്നൊക്കെ പറയാം അപാർ എന്നുള്ളതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ ദർ ഈസ് നോ എൻഡ്. അപ്പോൾ അങ്ങനെയുള്ളത് പർവ്വതം. അപ്പനെ സഹസ്ര എന്ന് വെച്ചാൽ 1000, ദൃഗ് സുമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുമൻ എന്ന് വെച്ചാൽ പുഷ്പം അല്ലെങ്കിൽ പൂവ്. പറഞ്ഞാൽ പൂവിൻ്റെ രൂപത്തിലുള്ള കണ്ണുകൾ, പുഷ്പത്തിൻ്റെ രൂപത്തിലുള്ള കണ്ണുകൾ. ഫാഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തുറന്ന് നോക്കുക. അവലോക് രഹാ ഹെ നോക്കുക, ദേഖ്ന. ബാർ ബാർ വീണ്ടും വീണ്ടും. നീച്ചെ ജൽമേ നിജ് മഹാകാർ, മഹാകാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലിയ ഷേപ്പ്, വിശാലമായിട്ടുള്ള ഷേപ്പ്, വിശാല ആകാർ മഹാകാർ. ജിസ്കെ ചരണോമേ, ചരൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാദം, കാല്. പല താൽ, താൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താലാബ്, കുളം അല്ലെങ്കിൽ നദി എന്ത് വേണോ പറയാം. ദർപ്പൺ, ഐന, കണ്ണാടി അല്ലെങ്കിൽ. ഫേലാഹെ വിശാല്. അപ്പോൾ മേഖലാക്കാർ പർവ്വത് അഭാർ. അപ്പോൾ മേഖലാക്കാർ ആ ഷേപ്പുള്ള, പറഞ്ഞാൽ കർഖനിക്ക് ആകാർക്കെ പർവ്വത് അപാർ ഹെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണക്കില്ലാതെ ഇങ്ങനെ അതിനൊരു അവസാനമില്ലാതെ അതിങ്ങനെ കിടക്കുവാണ്. പറഞ്ഞാൽ അത് ദൂരെ വരെ ആ ഷേപ്പിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പനെ സഹസ്ര ദൃഗ് സുമൻ ഫാഡ്, അതിൻ്റെ മുകളിൽ, പർവ്വതത്തിൻ്റെ മുകളിലുള്ള പുഷ്പങ്ങൾ, പറഞ്ഞാൽ അതിൽ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ പുഷ്പങ്ങളെ കവി എന്താണ് പറഞ്ഞിരിക്കുന്നത്? കണ്ണുകളായിട്ട്, പർവ്വതത്തിൻ്റെ കണ്ണുകളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ പുഷ്പങ്ങളുടെ രൂപത്തിലുള്ള കണ്ണുകൾ തുറന്ന് ഇങ്ങനെ നോക്കുന്നു. അവലോക് രഹാ ഹെ, ദേഖ് രഹാ ഹെ. ബാർ ബാർ വീണ്ടും വീണ്ടും. എന്താണ് നോക്കുന്നത്? നീച്ചെ ജൽമേ, താഴെ വെള്ളത്തിലേക്ക്. നിജ് മഹാകാർ, തൻ്റെ വലിയ ആ വിശാലമായിട്ടുള്ള രൂപം നോക്കുന്നു. താഴെ വെള്ളത്തിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ണാടിയിൽ നോക്കണ പോലെ കാണില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ജിസ്കെ ചരണോമേ പലാതാൽ. അപ്പോൾ ജിസ്കെ ചരണോമേ, അതിൻ്റെ ചരണത്തിലെ പാദങ്ങളിലാണ് ഉള്ളത്. എന്താണ് ആ താൽ? താൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഒരു വാട്ടർ ബോഡി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ കുളം, താലാബ്, നദി എന്ത് വേണോ പറയാം. അപ്പോൾ ആരുടെ ചരണത്തിലാണ് പറയുന്നത്? പർവ്വതത്തിൻ്റെ ചരണത്തിൽ. പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ താഴെയല്ലേ ഈ കുളമുള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ദർപ്പൺ സാ ഫെലാഹെ വിശാൽ. ദർപ്പൺ നമ്മൾ മലയാളത്തിലും ദർപ്പണം എന്ന് പറയും. അതായത് കണ്ണാടി പോലെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് വിശാലമായിട്ട്. അതായത് കർക്കനി ആകാർ കെ പഹാഡ് കെ ഊപ്പർ, കർക്കനി ഷേപ്പുള്ള ആ പർവ്വതത്തിൻ്റെ മേലെ ഫൂൽ രൂപി ആങ്കോസെ അല്ലെങ്കിൽ പുഷ്പരൂപി ആങ്കോസെ, പുഷ്പത്തിൻ്റെ രൂപത്തിലുള്ള കണ്ണുകൾ കൊണ്ട് ബാർ ബാർ നീച്ചെ ജൽമേ, വെറുതെ താഴെ വെള്ളത്തിൽ അല്ലെങ്കിൽ കുളത്തിൽ അപ്ന വിശാൽ ആകാർ ദേഖ് രഹാ ഹേ, തൻ്റെ തന്നെ ആ വിശാലമായിട്ടുള്ള ആ ഷേപ്പ് നോക്കുന്നു. ജോ ദർപ്പൺ ജേസ കാം കർ രഹാ ഹേ, അതെങ്ങനെയാണ്? ഒരു കണ്ണാടി പോലെയാണ് അത് പ്രവർത്തിക്കുന്നത്. ആ കുളത്തിലുള്ള വെള്ളം, പിന്നെ വെള്ളത്തിനെ പറയുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഭാവാർത്ഥം നോക്കാം. പ്രസ്തുത് പങ്ക്തിയോ മേ കവി പർവ്വതീയ ക്ഷേത്ര കെ വർഷ ഋതു കെ ബാരെ മേ ചിത്रण किया है. ഈ ഒരു പാരഗ്രാഫ് ആ മുകളിലുള്ള 2 ലൈനിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഈ ലൈൻസിൽ കവി പർവ്വതീയ ക്ഷേത്രയ്ക്ക് വർഷ ഋതുക്കെ ബാരമേ, പർവ്വതീയ ക്ഷേത്രത്തിലുള്ള ഹില്ലി ഏരിയയിലുള്ള റെയിനി സീസൺ, മഴക്കാലത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ചിത്रण किया है, ചിത്രീകരിച്ചിരിക്കുന്നത്. കവി കഹത്തെ ഹെ കി വർഷയ്ക്ക് ആഗമൻ സെ, കവി പറയുന്നത് എന്താ വെച്ചാൽ മഴയുടെ വരവോടുകൂടി പ്രകൃതിമേ പൽ പരിവർത്തൻ ഹോ രഹാ ഹെ, പ്രകൃതിയിൽ വെറുതെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു.
कवि पर्वत को करखनी यानी കമർ में पहनने वाला गहने के आकार कहा है. അടുത്ത പാരഗ്രാഫിൻ്റെ അർത്ഥമാണിത്. കവി പർവ്വതത്തിനെ കർഖനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമർമേ പെഹന്നെ വാല ഗഹന, നമ്മുടെ ഇടുപ്പിൽ യൂസ് ചെയ്യുന്ന കെട്ടുന്ന ഒരു ഓർണമെൻറ്റ്. ഗഹന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഭൂഷണ ഓർണമെൻറ്റ്, അതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ ഷേപ്പായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കവി കെഹത്തെ ഹേ കി മണ്ഡപ് രൂപി ഊഞ്ചി ഊഞ്ചി പഹാഡ്. കവി പിന്നെന്താണ് പറയുന്നത്, മണ്ഡപം പോലെ, മണ്ഡപം അറിയാലോ, മണ്ഡപത്തിൻ്റെ ഷേപ്പ്, അതിനെ പോലെ പറഞ്ഞ മണ്ഡപങ്ങളെല്ലാം എന്താണ് ഏറ്റവും ഉയർന്ന ഭാഗത്തെ ആയിരിക്കില്ലേ ആ മണ്ഡപത്തിൻ്റെ ഷേപ്പായിട്ട് നമ്മൾ പറയുന്നത്, അതുപോലെ ഊഞ്ചി ഊഞ്ചി പഹാഡ്, ഉയർന്ന പർവ്വതങ്ങൾ, ജിസ്മേ ഹസാറും ഫൂൽ, അതിൽ ആയിരക്കണക്കിന് പൂക്കൾ, പർവ്വത് കി നേത്ര കി തരഹ ലഗ് രഹാ ഹൈ, പർവ്വതത്തിൻ്റെ കണ്ണുകൾ പോലെ തോന്നുന്നു. ഇൻ പുഷ്പരൂപി നേത്രോസെ, ഈ പുഷ്പരൂപത്തിലുള്ള കണ്ണുകൾ കൊണ്ട്, ആങ്കെ ഫാഡ്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണ് തുറന്ന് നല്ലോണം തുറന്ന് നോക്കില്ലേ, അതിനെയാണ് ഫാഡ്കർ എന്ന് പറയുക. അപ്പന വിശാൽ ആക്കാർക്കോ, തൻ്റെ വിശാലമായിട്ടുള്ള ആ രൂപത്തിനെ നീച്ചെ താലാബ് മേ ദേഖ് രഹാ ഹേ, താഴെ വെള്ളത്തിൽ നോക്കിക്കാണുന്നു. അർത്ഥാത്ത് അതിൻ്റെ അർത്ഥം എന്താണ്, വിശാൽ പർവ്വത് കെ ചരണോ മേ താലാബ് ഏക് ദർപ്പൺ കെ ജൈസാ കാം കർ രഹാ ഹേ, ഈ വിശാല പർവ്വതത്തിൻ്റെ ചരണങ്ങളിലെ പാദങ്ങളിൽ അഥവാ കാലിൻ്റെ സ്ഥാനത്ത് താലാബ്, ഈ കുളം അല്ലെങ്കിൽ ഈ വാട്ടർ ബോഡി എന്തായാലും അത് ഒരു ദർപ്പൺ അഥവാ കണ്ണാടി പോലെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, ഗിരി കാ ഗൗരവ് ഗാക്കർ ഝർ ഝർ മദ്മേ നസ് നസ് ഉത്തേജിത് കർ, മോത്തി കി ലടിയോ സെ സുന്ദർ ഝർത്തെ ഹെ ഝാഗ് ബരെ നിർജർ. ഗിരി എന്ന് വെച്ചാൽ പർവ്വതം അഥവാ പഹാഡ്, പർവ്വത് പഹാഡ്. ഗൗരവം പറഞ്ഞാൽ അതിൻ്റെ മഹിമ, അതിൻ്റെ നല്ലത്, ബ്യൂട്ടി. ഗാക്കർ ഝർ ഝർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൗണ്ടിനെയാണ് ഝർ ഝർ എന്ന് പറയുന്നത്. മദ്മേ നസ് നസ് ഉത്തേജിത് കർ, മദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എൻജോയ് ചെയ്യുന്ന വിധത്തിൽ, നല്ല എനർജറ്റിക് ആയിട്ട്. ഉത്തേജിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതേ തന്നെയാണ് കേട്ടോ, എനർജറ്റിക് ആയിട്ട്. നസ് നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സിരകളിലും എന്ന് പറയില്ലേ, ഞരമ്പുകളിലും എന്നൊക്കെ പറയില്ലേ അത്. മോത്തി കി ലടിയോ സെ സുന്ദർ, മോത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്ത്, ലടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്ത് കോർത്താൽ അതിൻ്റെ മാല എങ്ങനെ ഇരിക്കും, അതിനെയാണ് ലടി എന്ന് പറയുക. ഝർത്തേ ഹെ ഝാഗ്, ഝർന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഴുക, ഝാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത, ഭരേ നിർജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ വാട്ടർഫോൾ എന്നൊക്കെ പറയാം. അപ്പോൾ ഈ പാരഗ്രാഫിൽ കവി പറയുന്നത് എന്താണ്, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഭയങ്കര സ്പീഡിൽ, വെള്ളച്ചാട്ടം ഉണ്ടാവില്ലേ, വാട്ടർഫോൾ, വെള്ളം വീഴുന്നത്, അതിനെ പറ്റിയിട്ടാണ് ഈ 4 ലൈൻസിൽ കവി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഗിരി ക ഗൗരവ് ഗാക്കർ ഝർ ഝർ, പർവ്വതത്തിനെ പറ്റിയിട്ട് പാടിക്കൊണ്ട് പറഞ്ഞാൽ പർവ്വതത്തിൻ്റെ ഗൗരവത്തിനെ അല്ലെങ്കിൽ പർവ്വതത്തിനെ പറ്റി പുകഴ്ത്തി പാടിക്കൊണ്ട്, മധുമേ നസ് നസ് ഉത്തേജിത് കർ, പറഞ്ഞാൽ മധുമേ പറഞ്ഞാൽ നല്ല എൻജോയ് ചെയ്തുകൊണ്ട്, നല്ലൊരു മൂഡോട് കൂടിയിട്ട്, മസ്തി എന്നൊക്കെ പറയാം, മസ്തിയോട് കൂടിയിട്ട് ഓരോരോ കോർണറിലും ഉത്തേജിത് കർ എനർജറ്റിക് ആക്കിയിട്ട്, മോത്തി കി ലടിയോ സെ സുന്ദർ, മോത്തി കി ലടിയോ പേൾസ് അഥവാ മുത്തിനെ പോലെ, മുത്തിൻ്റെ മാല പോലെ, മുത്ത് കോർത്ത് വെച്ചിരിക്കുന്ന അതുപോലെ സുന്ദരമായിട്ട് മനോഹരമായിട്ട്, ഝർത്തേഹെ വീഴുന്നു, ജാഗ് ബരെ നിർജർ, ജാഗ് എന്ന് വെച്ചാൽ പത, അപ്പോൾ പത നിറഞ്ഞ ആ വെള്ളച്ചാട്ടം, ആ വെള്ളം. അപ്പോൾ ഗിരി ക ഗൗരവ് ഗാക്കർ ഝർ ഝർ, ആ പർവ്വതത്തിനെ പറ്റി പുകഴ്ത്തി പാടിക്കൊണ്ട് ആ വെള്ളം അതിലെ കൂടി ഇറങ്ങുകയാണ്, ആ പർവ്വതത്തിൽ കൂടി ചാടി ഇറങ്ങുകയാണ്. അപ്പോൾ അതെന്താണ്, വളരെ എനർജറ്റിക് ആയിട്ടാണ് കവി പറയുന്നത്, വളരെ എനർജറ്റിക് ആയിട്ട്, വളരെ മസ്തിയോടുകൂടി എന്ന് പറഞ്ഞാൽ വളരെ എൻജോയ് ചെയ്യുന്ന വിധത്തിൽ. പിന്നെ മോത്തി കി ലഡീസെ സുന്ദർ, മുത്തുകൾ കോർത്തിണക്കി വെച്ച പോലെ മനോഹരമായിട്ട് താഴേക്ക് വീഴുന്നു, പതകൾ നിറഞ്ഞ് താഴേക്ക് വീഴുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്, വെള്ളം വളരെ സ്പീഡിൽ വീഴുന്ന സമയത്ത് നമുക്കത് വെള്ള കളറായിട്ടാണ് തോന്നുക അല്ലേ, കളറില്ലാത്ത പോലെയല്ല, വെള്ള കളറിൽ അത് മുത്തുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച പോലെ വളരെ എനർജറ്റിക് ആയിട്ടൊക്കെ തോന്നും, അതാണ് പറയുന്നത്. നെക്സ്റ്റ് 4 ലൈൻസ്, ഗിരിവർ കെ ഉർസെ ഉഡ് കർ, उच्चाकांक्षाओं से तरुवर है, झांक रहे नीरव नभ पर, अनिमेष अटल कुछ चिंता पर. ഗിരിവർ കെ ഉർസെ, ഉർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയം, അപ്പോൾ ഗിരിവർ കെ ഉർസെ, ഗിരി പർവ്വതത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന്, ഉട്കർ ഉച്ചാകാംക്ഷാവോസെ തരുവർ, ഉച്ചാകാംക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊഞ്ച ഉട്നേക്ക് കാമന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉയരത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം, ഊഞ്ച ഉട്നേക്ക് ഉയരത്തിലേക്ക് എത്താനുള്ള, കാമന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹം.
പിന്നെ തരുവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃക്ഷം തന്നെയാണ്. ജാങ്ക് രഹേ, ജാങ്കന എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എത്തി നോക്കുക, അതിനാണ് ജാങ്കന എന്ന് വെച്ചാൽ. നീരവ് നഭ് പർ, നീരവ് എന്ന് വെച്ചാൽ ശാന്തമായിട്ടുള്ള, നഭ് ആകാശം. അപ്പം നീരവ് നഭ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാന്തമായിട്ടുള്ള ആകാശം. അനിമേഷ്, അനിമേഷ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏക് ടക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിനാ പലക് ഗിരായേ എന്ന് പറയാം. പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ണടയ്ക്കാതെ, ഇമ വെട്ടാതെ എന്ന് പറയില്ലേ, അതുപോലെ. സ്ഥിരദൃഷ്ടി സേ എന്ന് പറയാം. അടൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അനങ്ങാതെ, പറഞ്ഞാൽ അച്ചൽ, ചലനമില്ലാതെ, അല്ലെങ്കിൽ ദൃഢമായിട്ട്, സ്ഥിരതയോടുകൂടി എന്നൊക്കെയാണ് അടലിൻ്റെ അർത്ഥം. കുച്ച് ചിന്താപ്പർ, ചിന്തിക്കുന്ന പോലെ, ചിന്താപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിന്തിത്ത്, എന്തോ ചിന്തിക്കുന്ന പോലെ. അപ്പോൾ ഈ വരികളിൽ കവി പറഞ്ഞിരിക്കുന്നത് പർവ്വതത്തിൻ്റെ മുകളിലുള്ള വൃക്ഷങ്ങൾ ആകാശത്ത് നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് കവി ഈ 4 വരികളിൽ പറഞ്ഞിരിക്കുന്നത്. ഗിരിവർ കെ ഉർസെ ഉട്കർ, ഗിരിവർ പർവ്വതം, പർവ്വതത്തിൻ്റെ ഉർസെ ഹൃദയത്തിൽ നിന്ന്, ഉട്കർ ഹൃദയത്തിൽ നിന്ന് മുളച്ചു വരികയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലുള്ള വൃക്ഷങ്ങളെ, പർവ്വതത്തിൻ്റെ മുകളിലുള്ള വൃക്ഷങ്ങളെ ഹൃദയത്തിൽ നിന്ന് അത് വരുന്നു എന്നാണ് പറയുന്നത്. ഉച്ചാകാംക്ഷാവോസെ തരുവർ ഹേ, ഉച്ചാകാംക്ഷ വളരെ ഉയരത്തിലെത്താനുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട്, അങ്ങനെയുള്ള ആഗ്രഹത്തോടു കൂടി ആ മരങ്ങൾ അവിടെ വരുന്നു, അവിടെ നിൽക്കുന്നു. ജാങ്ക് രഹേ നീരവ് നഭ് പർ, ജാങ്ക് രഹേ ഹേ പറഞ്ഞാൽ ഇങ്ങനെ നോക്കി നിൽക്കുക. ജാങ്കന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കി നിൽക്കുക. എന്തിനാണ് നോക്കി നിൽക്കുന്നത്? ശാന്തമായിട്ടുള്ള ആകാശത്തിനെ. നീരവ് നഭ് പർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാന്തമായിട്ടുള്ള ആകാശത്തിനെ നോക്കി നിൽക്കുന്നു. അനിമേഷ് അടൽ കുച്ച് ചിന്താപർ, എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞാൽ ഒരു സ്ഥിര ദൃഷ്ടിയോടുകൂടി അനങ്ങാതെ നോക്കി നിൽക്കുന്നു, പറഞ്ഞാൽ എന്തോ കുറച്ച് ചിന്തിക്കുന്ന പോലെയും ചിന്തിത് ആയിട്ടും കാണപ്പെടുന്നു. അപ്പോൾ കവി ഇവിടെ എന്താ പറയുന്നത്? അതായത് പർവ്വത് കെ ഊപ്പർ ഉഗ്നെ വാലെ വൃക്ഷ, പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വരുന്ന ആ വൃക്ഷങ്ങൾ കുച്ച് ഊഞ്ച കാമന കർത്തേ ഹുവേ, എന്തൊക്കെയോ ഉയരത്തിലെത്താനുള്ള ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് ശാന്ത് സേ വളരെ ശാന്തമായിട്ട് ആകാശ് കോ ദേഖ് രഹേ ഹേ, ആകാശത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ബിൽക്കുൽ ഹിലേബിന, എങ്ങനെ ഇത്രയും അനങ്ങാതെ, വളരെ ദൃഢമായിട്ട്. കുച്ച് ചിന്തിത് ബി ലഗ് രഹേ ഹേ, അതിൻ്റെ കൂടെ എന്താണ്, എന്തോ ചിന്തിക്കണ പോലെയും തോന്നുന്നുണ്ട് എന്നാണ് കവി പറയുന്നത്. അപ്പം ഇനി ഭാവാർത്ഥം നോക്കാം. ആദ്യത്തെ 4 ലൈൻസിൻ്റെ ഭാവാർത്ഥമാണ് ആദ്യത്തെ പാരഗ്രാഫിൽ. प्रस्तुत पंक्तियों में कवि पर्वत से गिरते हुए झरने का वर्णन किया है. ആദ്യത്തെ 4 വരിയിൽ എന്താണ്, കവി പർവ്വതത്തിൽ നിന്ന് വീഴുന്ന ആ വാട്ടർഫോൾ, ആ വെള്ളച്ചാട്ടത്തിനെ പറ്റിയിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. കവി കഹത്തെ ഹേ കി, കവി പറയുന്നത് എന്താ വെച്ചാൽ, ഝർണ പർവ്വത് കെ ഗുണഗാൻ കർത്തി ഹേ, ഈ വാട്ടർഫോൾ, ഈ വെള്ളച്ചാട്ടം എന്താണ്, പർവ്വതത്തിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓർ അപ്നി ധ്വനി സെ നസ് നസ് ഉത്തേജിത് കർ രഹാ ഹേ, തൻ്റെ ആ ശബ്ദം കൊണ്ട്, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ വെള്ളത്തിൻ്റെ ശബ്ദം കൊണ്ട്, ഇതിൽ ഝർ ഝർ എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ആ ധ്വനി കൊണ്ട് നസ് നസ് ഉത്തേജിത് കർ രഹാ ഹേ പറഞ്ഞാൽ ഓരോ അംഗവും എല്ലാവരുടെയും എനർജറ്റിക് ആക്കി മാറ്റുന്നു. झरने में उठने वाला झाग मोती की लड़ियों जैसा सुंदर है, ആ വാട്ടർഫോളിൽ വെള്ളച്ചാട്ടത്തിൽ കാണുന്ന ആ പത മോത്തി കി ലടിയോൻ ജേസ, മുത്തിൻ്റെ മാല പോലെ, മുത്ത് കോർത്ത് വെച്ച പോലെ മനോഹരമായിട്ടുണ്ട്. ഗിർത്തെ ഹുയെ ഝർനെ കി ധ്വനി സുൻകർ, ആ വീഴുന്ന വെള്ളത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ലേഖക് മൻമേ ഊർജ ബർ ആതാ ഹെ, ലേഖകൻ്റെ മനസ്സിൽ, ലേഖകല്ല നമുക്കിവിടെ കവി എന്ന് എഴുതണം കേട്ടോ, കവിക്ക് മന്മേ, കവിയുടെ മനസ്സിൽ ഊർജ ബർ ആതാ ഹേ, അങ്ങനെ എനർജി വരുന്നു, ഊർജം വരുന്നു ആ ശബ്ദം കേട്ടിട്ട്. പിന്നെ അടുത്ത 4 ലൈൻസിൻ്റെയാണ് അടുത്ത പാരഗ്രാഫിൽ. അഗലെ പങ്ക്തിയോ മേ കവി പർവ്വത് കെ ഊപ്പർ ഉഗ്നെ വാലെ വൃക്ഷോ കെ ബാരെ മേ കഹാ ഹെ, ഈ 4 ലൈൻസിൽ കവി പർവ്വതത്തിൻ്റെ മേലെ ഉള്ള ആ വൃക്ഷങ്ങളെ പറ്റിയിട്ട്, വളർന്നു വരുന്ന ആ വൃക്ഷങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇൻ വൃക്ഷോ കോ ദേഖ്കർ കവി കോ ഏസാ ലഗ് രഹാ ഹെ കി, ഈ വൃക്ഷങ്ങളെ കണ്ടിട്ട് കവിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, യേ പർവ്വത് കി ഹൃദയ സെ ഉഗ് രഹാ ഹെ, ഇത് പർവ്വതത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വളർന്നു വരുന്നത്. വൃക്ഷ അപ്നാ സർ ഉഠാക്കർ ശാന്ത് ആസ്മാൻ കോ നിഹാർ രഹാ ഹെ, വൃക്ഷം സർ ഉഠാക്കർ തല മുകളിൽ ഉയർത്തിക്കൊണ്ട് ശാന്തമായിട്ടുള്ള ആ ആകാശത്തിനെ നിഹാർ രഹാ ഹെ നോക്കുന്നു. നിഹാർന എന്ന് വെച്ചാൽ നല്ല പോലെ നോക്കുക.
മാനോ ഊഞ്ചി കാമനായെ ലേക്കർ കടേ ഹേ പറഞ്ഞാൽ അപ്പോൾ കവിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ആ വൃക്ഷങ്ങൾ നോക്കുന്നത്, ആകാശത്തിലേക്ക് നോക്കുന്നത് എങ്ങനെയാണ് തോന്നുന്നത്? ഊഞ്ചി കാമനായി ലേക്കർ, വളരെ ഉയരത്തിലുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് നിൽക്കുന്ന പോലെ, പറഞ്ഞാൽ ആഗ്രഹങ്ങൾ എന്തൊക്കെയോ സാധിക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെ കവിക്ക് തോന്നുന്നു. ഏസാ ബി ലഗ് രഹാ ഹേ ജैसे पेड़ एक ടക്ക്. പിന്നെ എന്താ കവിക്ക് തോന്നുന്നത് അത് കണ്ടിട്ട്? ഏക് ടക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ വെട്ടാതെ എന്ന് പറഞ്ഞില്ലേ, അനങ്ങാതെ, തീരെ അനങ്ങാതെ, അച്ചൽ ദൃഢമായിട്ട്, കുച്ച് ചിന്തിത് ഹേ എന്തോ ചിന്തിക്കുന്ന പോലെയും കവിക്ക് തോന്നുന്നു. നെക്സ്റ്റ്, उड़ गया अचानक लो भूधर फड़का अपार पारद के पर रवशेष रह गए है निर्झर है टूट पड़ा ഭൂപർ അംബർ. ആദ്യം മീനിങ്സ് നോക്കാം. അച്ചാനക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്, ഭൂധർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഹാഡ് അഥവാ പർവ്വതം തന്നെയാണ്. ഫടക്ക, ഫടക്ക എന്ന് വെച്ചാൽ അങ്ങനെ ഇളകി മറിയുക, അങ്ങനെ ഇളകുക, മറിയുക അല്ലെങ്കിൽ വീഴുക, അതാണ്. പാരത് കേപ്പർ, പാരത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കുള്ള മീനിങ് മെർക്കുറി എന്നാണ്, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പാരത് കേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മങ്ങിയ കാഴ്ച, ധുന്ദല, ധുന്ദല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മങ്ങിയിട്ട് കാണാം. രവ് ശേഷ് രഹ ഗയേ ഹേ നിർജർ, രവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം, ശേഷ് രഹന, ശേഷ് എന്ന് വെച്ചാൽ ശേഷം അല്ലെങ്കിൽ ബാക്കി, ബാക്കിയായത്. നിർജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർഫോള്, വെള്ളച്ചാട്ടം തന്നെയാണ്. ടൂട്ടുപട ഭൂപർ അംബർ, ഭൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി, അംബർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശം. അപ്പം ഇനി നോക്കാം. ഇതിൽ കവി മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ ബാദൽ ചാകയെ, അച്ചാനക് ബാദൽ ചാകയെ, തോ എന്താ അപ്പം എന്തായി, ഏ സാരാ മനോഹർ ദൃശ്യ അബ് ഹമാരെ ആങ്കോ കെ സാമനെ നഹി രഹാ. ഇതുപോലെ ഇതുവരെ നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നത്, ഇപ്പം അതെല്ലാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പോയി. എന്തുകൊണ്ടാണ്? അങ്ങനെ മേഘങ്ങളെ കൊണ്ട് മൂടിക്കെട്ടി നിന്നു. മഴ വരുമ്പോൾ എങ്ങനെയുണ്ടാവും അതുപോലെ. അപ്പോൾ അച്ചാനക് ബാദൽ ചാകെ, അപ്പോൾ ഈ ദൃശ്യങ്ങളെല്ലാം പോയി നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന്. പറഞ്ഞ ദൃശ്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്, പക്ഷേങ്കിൽ എന്താണ്, മുഴുവനും മേഘം കൊണ്ട് മൂടി കെട്ടിയ സമയത്ത് എന്താണ്, അതെല്ലാം മങ്ങി മങ്ങി കാണാൻ തുടങ്ങി. അപ്പോൾ നമുക്കത് ശരിക്കും കാണുന്നില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ കാഴ്ചകൾ എന്നാണ് കവി ഇതിൽ ഈ 8 ലൈനിൽ വർണ്ണിക്കുന്നത്. ഉടുകയ അച്ചാനക് ലോ ഭൂധർ, ഉടുകയ എന്ന് പറഞ്ഞാൽ പോയി, കാണാനില്ല അതിൻ്റെ അർത്ഥം, പെട്ടെന്ന്. എന്ത്? പഹാഡ്, ഭൂധർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഹാഡ്. ഇത്ര നേരം നമ്മൾ പർവ്വതത്തിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വർണ്ണിച്ചു അല്ലേ. ഇപ്പം ആ പർവ്വതം ഇത്രയും വലിയ വിശാലകായമായിട്ടുള്ള പർവ്വതം എന്നൊക്കെയാണ് പറഞ്ഞത്, പക്ഷെ അതൊന്നും കാണാനേ ഇല്ല എന്നാണ് പറയുന്നത്. ഫഡ്ക അപാർ പാരത് കെ പർ, ഫഡ്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇളകി മറിയുന്ന പോലേക്ക, പറഞ്ഞാൽ അങ്ങനെ മൊത്തത്തിൽ മറയുന്ന പോലെ. അപാർ പാരത് കേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപാരമായിട്ടുള്ള, പാരത് കേപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ധുന്ദലയായിട്ട് കാണുക, അങ്ങനെ മങ്ങിയ ഒരു കാഴ്ച കാണാൻ തുടങ്ങി. പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കവറായതുപോലെ, കവേർഡ് പോലെ, എന്തെങ്കിലും ഇങ്ങനെ മൂടിയ പോലെ. രവ് ശേഷ് രഹ ഗയെ നിർജർ, രവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബ്ദം, അപ്പോൾ വെറും ശബ്ദം മാത്രം ബാക്കിയായി. സിർഫ് ധ്വനി ബാക്കി രേഖ, സിർഫ് രവ് ബാക്കി രേഖ. എന്തിൻ്റെ ശബ്ദം? നിർജർ, ആ വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം, അതും കാണുന്നില്ല നമുക്ക്, പക്ഷെ അതിൻ്റെ ശബ്ദം മാത്രം ബാക്കിയായി. ഹേ ടൂട്ട് പട ഭൂപർ അംബർ, അപ്പോൾ ടൂട്ട് പട അങ്ങനെ പൊട്ടി വീണു. എന്ത്? ഭൂമിയിലേക്ക്, ആകാശം ഭൂമിയിലേക്ക് പൊട്ടി വീണ പോലെ തോന്നി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 4 ലൈൻസ്. ധസ് ഗയ ദരാമേ സഭേ ഷാൽ ഉड़ रहा दुआ जल गया ताल योन जलद यान में विचर विचर था ഇന്ദ്ര ഖേൽത്ത ഇന്ദ്രജാൽ. ആദ്യം മീനിങ്സ്. ധസ് ഗയെ, ധസ്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമർന്നു പോവുക, അങ്ങനെ പ്രസ്സായി പോവുക, എന്തെങ്കിലും വീണിട്ട് അങ്ങനെ ഭൂമിക്കടിയിലേക്ക് അമർന്നു പോവുക. ധര എന്ന് വെച്ചാൽ ഭൂമി, സഭൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയത്തോടുകൂടി, ഭയക്കെ സാത്ത്, പേടിയോടുകൂടി. ഷാൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശാലവൃക്ഷം, ഒരു വൃക്ഷത്തിൻ്റെ പേരാണത്, ഒരു വൃക്ഷമാണത്. നമ്മൾ ഇംഗ്ലീഷിലും സാൽ ട്രീ എന്ന് പറയും, SAL, സാൽ ട്രീ തന്നെയാണ് പറയുക. ഉड़ रहा ധുവ പോകാം. ജൽ ഗയ താൽ, ജൽ ഗയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തുക, താൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താലാബ്, കുളം തന്നെയാണ്. യോൻ ജലദ് എന്ന് വെച്ചാൽ മേഘം, ബാദൽ. യാനുമേ വിച്ചർ, യാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാഹനം, വിച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഘൂംന ഫിർന, കറങ്ങി നടക്കുക, അതിനാണ് വിചർന എന്ന് പറയുന്നത്. ഇന്ദ്ര ഖേൽത്ത ഇന്ദ്രജാല, ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രജാലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാജിക്ക്, ഇന്ദ്രജാലം നമ്മൾ മലയാളത്തിലും പറയില്ലേ, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ദസ് ഗയ ധരാമേ സബേശാൽ, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താണ്, ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്ന സമയത്ത് എന്താണ്, പിന്നെന്താ സംഭവിച്ചത്? ദസ് ഗയ ധരാമേ സബേശാൽ, ശാലവൃക്ഷവും എന്താണ്, ഭയത്തോടുകൂടി ഭൂമിയിൽ അങ്ങനെ അമർന്നുപോയി.
ഉഡ് റഹാ ദുവ, പുക വരുന്നു, ദുവ ഉഡ് റഹാ ഹെ. എങ്ങനെ? ജൽ ഗയാ താൽ, താൽ ജൽ ഗയാ. താൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താലാബ്, ആ വാട്ടർ ബോഡി, വെള്ളം, അതെന്താണ്, അതൊക്കെ കത്തിയിട്ട് അവിടെ നിന്നാണ് പുക വരുന്നു പറഞ്ഞാൽ അങ്ങനെ മങ്ങിയ കാഴ്ചയല്ലേ, അതിനെയാണ് അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നത്. യോൻ ജലദയാനുമേ വിചർ വിചർ. അപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? ജലദയാനം, ബാദലിൻ്റെ പിന്നെ വാഹനം അല്ലെങ്കിൽ മേഘമായിട്ടുള്ള വാഹനത്തിൽ ഇന്ദ്രൻ കയറിയിരുന്ന് അവിടെ കറങ്ങി നടക്കുന്നു, ഇന്ദ്രജാലം കാണിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നു, അതുപോലെ പ്രതീതി ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതുപോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. ജലദയാനുമേ, ജലദയാനത്തിൽ പറഞ്ഞ ആ വിമാനത്തിൽ, വിമാനം എന്നൊക്കെ പറയാം യാനിനെ, മേഘമാകുന്ന വിമാനത്തിൽ വിചർ വിചർ ഗൂം റഹാഹേ, വിചർ റഹാഹേ. എന്ത് ചെയ്തുകൊണ്ട്? ഇന്ദ്ര ഖേൽത്ത ഇന്ദ്രജാൽ, ഇന്ദ്രജാൽ ദിഖാത്ത ഹുവാ ഗൂം റഹാ ഹേ അഥവാ വിചരൻ കർ റഹാ ഹേ എന്ന് പറയാം. അപ്പോൾ മൊത്തത്തിൽ എന്താണ്? പഹാഡ് ഉടുകിയ, ഇപ്പോൾ ബാദൽ ഛാഗയ ആദ്യം, അങ്ങനെ കാർമേഘം കൊണ്ട് മൂടിക്കെട്ടി. അപ്പോൾ പഹാഡ് ഉടുകിയ, പർവ്വതം പോയി, കാണാനില്ല. പാനിക ആവാസ് ഹി രഹിയ, വെള്ളത്തിൻ്റെ ശബ്ദം മാത്രമുണ്ടായി. പിന്നെന്താണ്? ധർത്തി പർ അംബർ ടൂട്ട്കർ ഗിർഗയ, ഭൂമിയിൽ ആകാശം വീണു. പിന്നെ ശാൽ വൃക്ഷ ധസ് ഗയ, ശാലവൃക്ഷം ഭൂമിയിൽ അമർന്നു പോയി. പിന്നെന്താണ്? താലാബ് സെ ധുവ ആനെ ലഗ, ആ കുളത്തിൽ നിന്ന് പുക വരാൻ തുടങ്ങി. ഇന്ദ്ര ജലധ്യാനമേ ഇന്ദ്രജാൽ ദിഖാത്ത ഗൂംനെ ലഗ. അപ്പം ഇന്ദ്രൻ എന്താണ്? ആ ജലധ്യാനിൽ ഇന്ദ്രജാലം കാണിച്ചുകൊണ്ട് അവിടെയൊക്കെ കറങ്ങി നടക്കാൻ തുടങ്ങി. ഇനി ഭാവാർത്ഥം നോക്കാം. പ്രസ്തുത് പങ്ക്തിയോ മേ कवि का मानना है कि अचानक बादल छा जाने से ऐसा लगता है कि विशाल पर्वत गायब हो गया हो. അപ്പോൾ ഈ ആദ്യത്തെ 4 വരികളുടെ ഭാവാർത്ഥമാണിത്. അപ്പോൾ അതിൽ കവിക്ക് എന്താ തോന്നുന്നത്? അച്ചാനക് ബാദൽ ഛാ ജാനെ സെ, പെട്ടെന്ന് കാർമേഘം വന്നതുകൊണ്ട്, മേഘം മൂടിക്കെട്ടിയതുകൊണ്ട്, മേഘങ്ങളാൽ മൂടിക്കെട്ടിയതുകൊണ്ട് വിശാലമായിട്ടുള്ള പർവ്വതം ഗായബ് ഹോ ഗയ, അത് അപ്രത്യക്ഷമായ പോലെ തോന്നി, അത് കാണാനില്ലാതെ തോന്നി. ऐसा लग रहा है आसमान धरती पर टूटकर गिर गया हो. പിന്നെ എങ്ങനെയാണ് തോന്നുന്നത്? ആകാശം ഭൂമിയിൽ പൊട്ടി വീഴുന്ന പോലെ, വീണ പോലെ തോന്നി. സിർഫ് നദിക്ക് ആവാസ് സുനായി ദേത്ത ഹെ, അപ്പോൾ വേറെ ഒന്നുമില്ല അവിടെ, വേറെ ഒന്നും കാണാൻ കഴിയുന്നില്ല. പിന്നെന്താണ്? വെറും ആ നദിയുടെ ആ വെള്ളത്തിൻ്റെ ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. അടുത്ത 4 ലൈൻ്റെ ഭാവാർത്ഥം. മോസം അപ്പനി വികറാൽ റൂപ് ലേ രഹി ഹേ. അപ്പോൾ ഇതെന്താണ്? കാലാവസ്ഥ, മോസം, അത് അതിൻ്റെ വികറാൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭയാനകമായിട്ടുള്ള രൂപം എടുക്കുകയാണിത്. അപ്പോൾ ജിസ്സെ ഡർക്കർ ശാൽ വൃക്ഷ ധർത്തി പർ ധസ് ഗയാ ഹേ, അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് ശാലവൃക്ഷം ഭൂമിയിൽ അമർന്നു പോയി. ധുവോ സെ ऐसा लग रहा है जैसे तालाब में आग लग गई है. ആ പുക കൊണ്ട് എങ്ങനെ തോന്നുന്നു എന്ന് വെച്ചാൽ കുളത്തിൽ തീ കത്തിയ പോലെ തോന്നുന്നു, അതിന് ഉള്ള പുക കണ്ടിട്ട്. മാനോ ऐसा लग रहा है ഇന്ദ്ര अपना बादल रूपी यान में सवार होकर. അപ്പം എങ്ങനെയാണ് തോന്നുന്നത്? ഇന്ദ്രൻ തൻ്റെ ബാദൽ റൂബി യാനുമേ, മേഘങ്ങളുടെ രൂപത്തിലുള്ള ആ വിമാനത്തിൽ, മേഘങ്ങളാകുന്ന വിമാനത്തിൽ കയറി സവാരി ചെയ്യുന്നു. എന്നിട്ട് ഇതർ ഉദർ ഇന്ദ്രജാൽ ദിഖാത്ത ഹുവാ ഗൂം റഹാ ഹേ, ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ഇന്ദ്രജാലം കാണിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.